ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് തുടങ്ങുമ്പോഴും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. പല വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഒന്നാം ഘട്ടം ബഹളമയമായിരുന്നു. ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നീക്കണമെന്ന പ്രമേയത്തിൽ ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഇന്ന് അതിൽ ലോക്സഭയിൽ ഇതുവരെ ചർച്ച ആരംഭിച്ചിട്ടില്ല. പകരം രാവിലെ മുതൽ പശ്ചിമേഷ്യൻ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം തുടരുകയാണ്. ഇന്ന് ലോക്സഭ ആദ്യം സമ്മേളിച്ചപ്പോൾ തന്നെ പ്രതിഷേധം തുടരുകയായിരുന്നു. അനുശോചന പ്രമേയത്തിന് ശേഷം ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചു. അതിനിടയിൽ രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസ്താവന നടത്തി. ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ നിലപാടായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ചർച്ചയും നയതന്ത്രവും തുടരണം, അങ്ങനെ ചർച്ചകൾ നടക്കട്ടെ. ഒപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്, പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സമാനമായ രീതിയിൽ ലോക്സഭയിലും അതിനുശേഷം പ്രസ്താവന നടത്തി. ഈ രണ്ട് സമയത്തും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് തുടരുകയായിരുന്നു. പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം പ്രസ്താവന കൊണ്ട് മാത്രം ഈ കാര്യം അവസാനിക്കില്ല. കാരണം പ്രസ്താവന എന്ന് പറയുന്നത് നിലവിൽ അറിയുന്ന കാര്യങ്ങൾ മന്ത്രി വീണ്ടും വിശദീകരിക്കുകയാണ്. മാത്രവുമല്ല, അംഗങ്ങൾക്ക് ഇതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ ഒരു വിശദമായ ചർച്ച ഇക്കാര്യത്തിൽ വേണം. നേരത്തെ ഇറാഖ് അധിനിവേശ സമയത്തൊക്കെ തന്നെ വാജ്പേയി ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. അത്തരം നിലപാടൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അതിന് സമാനമായ രീതിയിൽ ചർച്ചയാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും 3 മണിവരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്.